നമസ്കാരം. ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടം തകർന്ന് തരിപ്പണമാവാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്തു ചോദിക്കാനുള്ളത്, അല്ല പലസ്തീന് വേണ്ടി, ഗാസക്ക് വേണ്ടി മനുഷ്യത്വം പറഞ്ഞു നടന്ന, ലോകത്തിലെ ഏറ്റവും വലിയ റാലി ഉൾപ്പെടെ നടത്തിയ മുസ്ലിം ലീഗ് ഒക്കെ എവിടെ പോയെ? LDF സംവിധാനങ്ങൾ എവിടെ പോയെ? UDF സംവിധാനങ്ങൾ എവിടെ പോയെ? എന്തേ മനുഷ്യരല്ലേ ഇറാനില് പ്രക്ഷോഭം നടത്തുന്നത്? ഇറാനിൽ ജനങ്ങൾ മതഭ്രാന്തന്മാർക്കെതിരെ, മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം നടത്തിയ ആ സാധാരണക്കാർക്ക് വേണ്ടി ഒരു ഐക്യദാർഢ്യം പോലും നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള UDF LDF ഈ പറയുന്ന ഒരു സംവിധാനവും നടത്താത്തത്? ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ, ഇങ്ങനെയുള്ള ജിഹാദികളെ മാത്രമേ പിന്തുണയ്ക്കൂ. രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ പോലും തിരിച്ചറിയേണ്ടതാ. കൊല്ലപ്പെട്ടത് 2000-ലധികം ആളുകള് ഇറാനിൽ പ്രതിഷേധം പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ മതഭ്രാന്തന്മാര് അടിച്ചമർത്തിയിട്ട് അതിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 2000-ലധികം ആളുകള്, അതിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാ. ഞാൻ മതം എടുത്തു പറയല്ല, രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരു ബോധമുണ്ടാവാൻ എടുത്തു പറയാ. എന്തേ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഇവിടെ മുസ്ലിം ലീഗോ ഈ പറയുന്ന ആരും രംഗത്ത് ഇറങ്ങാത്തത്? കാരണം എന്താ? ഇവരൊക്കെ ജിഹാദി ടൈപ്പ് ആളുകളെ മാത്രമേ പിന്തുണയ്ക്കൂ. മനുഷ്യത്വോ ഈ മനുഷ്യർക്കൊപ്പം ഒന്ന് നിൽക്കുന്നത് ഇവർക്ക് താല്പര്യമില്ല. ഇതൊക്കെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളും തിരിച്ചറിയാം, സകല ആളുകളും തിരിച്ചറിയാം. ഇവര് ജിഹാദികൾക്ക് പിന്തുണ കൊടുക്കൂ. ജിഹാദി ഹമാസ് വേണം, ഇതുപോലെ ഏതെങ്കിലും ഒരു ഭീകര സംഘടന വേണം, എന്നാലേ ഇവിടെയുള്ള ആളുകള് പ്രതിഷേധമായിട്ട് രംഗത്തിറങ്ങൂ. ഇറാനില് മതഭ്രാന്തന്മാർക്കെതിരെ സമരം നടത്തുന്നത്, പ്രതിഷേധം നടത്തുന്നത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയാ. അതിവിടെ പറ്റൂല. കാരണം എന്താ? ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനകളെയൊക്കെ പൊറ്റി വളർത്തിയ മതഭ്രാന്തനായിട്ടുള്ള ആയത്തുള്ള അലി ഖമൈനി ഇവർക്ക് കൺകണ്ട ദൈവ. ഇവിടെയുള്ള സകല ജിഹാദി സംഘടനകൾക്കും, സകല വോട്ട് പ്രീണിപ്പിച്ച് നടക്കുന്ന സകല ഗുലാബി ആളുകൾക്ക് അപ്പോ ആയത്തുള്ള അലി ഖമൈനിക്കെതിരെ ഒരു അക്ഷരം മിണ്ടൂല. കാരണം എന്താ? അതിനെതിരെ മിണ്ടിയാൽ ഇവിടെയുള്ള ജിഹാദികൾ പിണങ്ങോ, വോട്ട് കിട്ടൂല. ഇതൊക്കെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ടതാ. സകല ആളുകളും, പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമൈനിയൊക്കെ ആരാധിച്ചു പോകുന്ന സകലരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഖമൈനിയൊക്കെ ഇറാൻ വിട്ടോടുന്ന കാലം അതിവിദൂരല്ല. ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. തെളിവുകൾ അങ്ങ് നിരത്തി തരാം. ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇപ്പോ 186 നഗരങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. വെറും ടെഹ്റാനിൽ മാത്രമല്ല ഇന്ന് നടക്കുന്ന പ്രക്ഷോഭം. മാത്രമല്ല, ഈ പ്രക്ഷോഭത്തിൽ ഏതെങ്കിലും വിഭാഗത്തിലുള്ള ആളുകൾ മാത്രമല്ല, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, കർഷകരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, പ്രൊഫഷണലിസ്റ്റുകളുണ്ട്, എല്ലാ മേഖലയിലുള്ള ആളുകളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. വ്യാപാരികളൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധമായിട്ടാ. കാരണം $1 14 ലക്ഷം ഇറാനിയൻ റിയാൽ എന്ന രീതിയിലേക്ക് കടക്കെത്തി. വലിയ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഇറാൻ മതഭ്രാന്തന്മാര് എത്രത്തോളം മുട്ടുമടക്കി എന്നതിന്റെ മറ്റൊരു തെളിവ് മുന്നോട്ടേക്കാം. $7 തുല്യമായിട്ടുള്ള പണം പ്രക്ഷോഭകാരികൾക്ക്, സാധാരണക്കാർക്ക് കൊടുക്കാമെന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറാനിലെ മതഭ്രാന്തന്മാര് രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തില് ഈ പ്രക്ഷോഭകാരികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയതിന് ഇതൊന്നും സാധാരണക്കാർ ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല. ഇതിവർ വഞ്ചിക്കുമെന്നറിയുന്നത് കൊണ്ട് തന്നെ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോവാ. ഇറാന്റെ മതഭ്രാന്തന്മാർ സാധാരണ ഇറാൻ പോലീസ് സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഇത്തരം സമരങ്ങൾ അടിച്ചമർത്തിയ നമുക്കറിയാം. 2022 മഹ്സാ അമീനി ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ മതഭ്രാന്തന്മാര് കൊല ചെയ്തു മഹ്സാ അമീനിയെ. ആ സമയത്ത് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടന്നു. പക്ഷെ എല്ലാ വിഭാഗം ആളുകളും രംഗത്തിറങ്ങിയിട്ടില്ലായിരുന്നു. മറിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നായിരുന്നു വലിയ പ്രക്ഷോഭം. അതിനെ ഇറാനിലെ മതഭ്രാന്തന്മാരുടെ പോലീസ് സംവിധാനം അടിച്ചമർത്തി. ഈ 2009 മറ്റൊരു പ്രക്ഷോഭം അവിടെ നടന്നിരുന്നു. പ്രതിപക്ഷ പാർട്ടി ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തി. അതിനെയും പോലീസ് സംവിധാനങ്ങൾ അടിച്ചമർത്തി. എന്നാൽ ഈ 2024 ഈ 25 നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇറാനിലെ പോലീസ് സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കാരണം പോലീസ് സംവിധാനങ്ങളിൽ ഈ പ്രക്ഷോഭത്തെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് IRGC സംവിധാനത്തെയാണ് ഇപ്പോ ആയത്തുള്ള അലി ഖമൈനി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഇവരുടെ IRGC സംവിധാനമാണ് ഇപ്പോ ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ, പ്രതിഷേധക്കാർക്ക് നേരെ
ഈ രംഗത്ത് വന്ന് അടിച്ചമർത്തൽ നടത്തുന്നത്. 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഒരു തരത്തിലും സാധാരണക്കാർ പിന്മാറുന്നില്ല. വളരെ വലിയ രീതിയിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഇറാനില്. വരൾച്ചയാണെങ്കിൽ ഒരു ഭാഗത്ത് കർഷകർക്ക് ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം തകർന്നു തരിപ്പണായിക്കൊണ്ടിരിക്കുക കർഷക മേഖല പോലും. ഈ പറയുന്ന എല്ലാ മേഖലയിലും തകർച്ചയാണ് ഇറാനിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും ആയത്തുള്ള അലി ഖൊമൈനിയുടെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടം വരിഞ്ഞു മുറുകി എന്നൊക്കെ പറയുന്നത് പോലെ അനങ്ങാൻ സാധിക്കാത്ത രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. കൃത്യമായിട്ട് അമേരിക്ക മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധക്കാർക്ക് നേരെ വലിയ അടിച്ചമർത്തലിന് ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ച്, പ്രത്യേകിച്ച് വെനിസ്വേലയും പ്രസിഡന്റിനെ എടുത്തു തൂക്കി കൊണ്ടുവന്നതോട് കൂടിയിട്ട് ട്രംപ് ഈ പറഞ്ഞതിന് ഇറാൻ വലിയ ഭയത്തോടു കൂടിയാണ് നോക്കി കാണുന്നത്. മറുഭാഗത്ത് ഇസ്രായേല് സർവ്വ സൈന്യ സംവിധാനങ്ങളുമായിട്ട് ഒരു ഭാഗത്ത് അണിനിരന്നിൽക്കുക, ഏത് സമയത്തും ഇറാനെ ആക്രമിക്കാൻ. എങ്ങനെ നോക്കിയാലും ഇറാൻ ഇങ്ങനെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുക. ഈ പ്രക്ഷോഭത്തിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പ്രക്ഷോഭം ഭരണത്തിന്റെ അട്ടിമറിയിലേക്ക് തന്നെ എത്തുമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഷാ ഭരണകൂടത്തിന്റെ അനന്തരാവകാശി അമേരിക്കയിൽ നിന്ന് നിരന്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് പ്രതിഷേധക്കാര് ആയത്തുള്ള അലി ഖൊമൈനി മുന്നോട്ട് വെച്ച ഇറാന്റെ ദേശീയ പതാകയിലെ ചിഹ്നം പോലും മാറ്റി ഷാ ഭരണകൂടത്തെ സമയത്തെ ചിഹ്നം എടുത്തിട്ട് ആ പതാകയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. മാത്രമല്ല ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയും ഈ ഷാ ഭരണകൂടത്തിന്റെ അനന്തരാവകാശിയെ ഈ പറയുന്ന ഇറാന്റെ ഭരണമേൽപ്പിക്കാനുള്ള നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. കൃത്യമായിട്ട് ഒരു ഭരണമാറ്റം, മതഭ്രാന്തന്മാരുടെ ഭരണ തകർച്ച തന്നെയാണ് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇത് തകർന്നാൽ ആരേറ്റെടുക്കും എന്നുള്ളത് പോലും കൃത്യമായിട്ട് റിസൾട്ടിലേക്ക് വന്നു. എങ്ങനെ തകർക്കും എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നഗരങ്ങൾ പിടിച്ചെടുക്കാൻ ഉൾപ്പെടെ പ്രതിഷേധക്കാർ കൃത്യമായിട്ട് ആഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണം ഏകദേശം തകരുമെന്നുള്ളത് 1000 വട്ടം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം വാർത്തകളൊക്കെ ഇറാൻ ഉൾപ്പെടെയുള്ള മതഭ്രാന്തന്മാർ ഭരിക്കുന്ന സ്ഥലത്ത് നിന്ന് വരുമ്പോ ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ സകല ആളുകളും തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്ത് ഞാനും നിങ്ങളുമൊക്കെ ഇത്രത്തോളം സുന്ദരമായിട്ട് സൗകര്യങ്ങളിൽ സുരക്ഷയിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യം നരേന്ദ്രമോദി സർക്കാർ അതിശക്തമായിട്ട് ഭരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാ. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ഭാരതീയരും മനസ്സിലാക്കേണ്ടതാ. അതായത് 123 ജില്ലകളിൽ നമ്മുടെ രാജ്യത്ത് മാവോയിസ്റ്റ് ഭീകരരുണ്ടായിരുന്നു, ആയുധവുമേന്തി. ഈ മാർച്ചോട് കൂടിയിട്ട് സകലതിനെയും തീർക്കുമെന്നുള്ളത്, സകലതിനെയും തീർത്തിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് അമിത്ഷാ നടത്തിയത്. ജിഹാദികളെ, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകളെ, തീവ്രവാദ സംഘടനകളെ നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ച് നമ്മുടെ രാജ്യം ഇത്രത്തോളം സുന്ദരമായിട്ട് സുരക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി സർക്കാർ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് ഒരു ഭാരതീയരും ഒരിക്കലും മറക്കരുത്. ഇറാൻ ജനത അവർക്ക് ജീവിക്കാൻ വേണ്ടി മതഭ്രാന്തന്മാർക്കെതിരെ സമരത്തിലാ. നമ്മളിവിടെ സമാധാനത്തിൽ, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ ഓരോ ഭാരതീയരും അഭിമാനത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ്.